ഹായ് ഹലോ വെൽക്കം ബാക്ക്. സൂ ഫ്രം സോ. സൂ ഫ്രം സോ പേരിൽ എന്താ വെറൈറ്റി ഇല്ലേ? സൂ ഫ്രം സോ. അതെ, സുലോചന ഫ്രം സോമേശ്വരം. സോമേശ്വരത്തെ ആൾക്കാരും. അതെ, ഇന്നലെ ഒരു കിണ്ണം കാച്ചി പടം കണ്ട്, കുറെ നല്ല റിവ്യൂസ് ഒക്കെ കണ്ട്. കന്നഡ പടം ഒരു ഐഡിയ ഇല്ലാതെ പോയി കണ്ടാണ്. അതെ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ കണ്ടിട്ടുള്ള ഒരു നടന്മാര് ആരാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ആദ്യമായിട്ട് കാണാൻ ഞാൻ ഓരോക്കെ. എന്താ പറയാ, രാജ് പി ഷെട്ടി എന്ന് പറഞ്ഞ ഒരാള് പ്രൊഡ്യൂസ് ചെയ്യുക, ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് അത് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരിക, ഡബ് ചെയ്തിട്ട് തൊട്ടക്കം തൊട്ടിട്ട് അവസാനം വരെ എന്റർടൈൻമെന്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. നല്ലൊരു നമുക്ക് എല്ലാവരായിട്ടും പോയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫിലിം ഇല്ലേ? ഫ്രഷ് ആയിട്ട് നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് ഒരു കേരള ടച്ച് വരുന്ന ഒരു ഫിലിം, അങ്ങനെ പറയാം. മലയാളപ്പടം ഇല്ലാന്ന് തോന്നിയിട്ടില്ല. അതുമാതിരി ആക്ടിങ്, അതുമാതിരി ഡബിങ് ഒക്കെ പക്ക സിങ്ക്. ഡബ് ചെയ്ത സിനിമയാണെന്നുള്ള പറയല്ല, അത്രയും സൂപ്പർ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടർ ആണെങ്കിലും ഓരോ ആൾക്കാരും ഓരോരുത്തർക്കും ഓരോരുത്തരും പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലൊരു എന്താ സൂപ്പർ. അടുത്തൊന്നും ഇത്രയും കുറേ ലെങ്തി, എന്താ പറയാ, കുറേ പേരുള്ള ഒരു നാട് ഫുള്ളും എല്ലാ ക്യാരക്ടേഴ്സ് ഒന്നും പഠിത്തം. പണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ട കുഞ്ഞിരാമായണം പോലത്തെ പടങ്ങളിലാണ് ഒരു നാട് ഫുള്ളും ആൾക്കാർ, ആ ആൾക്കാർക്ക് ആ ക്യാരക്ടേഴ്സിന് ഫുള്ളും ഐഡന്റിറ്റി. എന്ത് രസമായിട്ടാ പാട്ട് സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ അടിപൊളി. ഈ രോമാഞ്ചത്തിലേക്ക് കാണുന്ന അതേപോലെ പാട്ടിന് ഭയങ്കര സ്കോർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ അല്ലേ? നല്ലൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതി ഒരു കഥ, ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഭയങ്കര എൻ്റർടൈൻ ആയിട്ട്, കോമഡി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നൂല, ഓട്ടോമാറ്റിക്കലി ഭയങ്കര പ്യുവറായിട്ട്. എന്താ പറയാ, ഒരു ഐഡിയ ഇല്ലാതെ കയറി കൊണ്ടാന്നറിയില്ല. ഒരു ക്യാരക്ടേഴ്സിന്റെ കഥയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ട്രെയിലർ കണ്ട് പിന്നെ റിവ്യൂസ് കേട്ട് അങ്ങനെ പോയി കണ്ട നമുക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നും. നമുക്കൊരു സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ ആ ഗതികേടുകൊണ്ടാണോ ഇത് ഇങ്ങനെ നമ്മൾ ലൈഫിലേക്ക് വന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സംഭവങ്ങളില്ലേ, എനിക്ക് മനസ്സിലായത് എനിക്കറിയില്ല. അതുപോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആവശ്യത്തിന് റൊമാൻറ്റിക്. സ്വാമിജി ആയിട്ടാണ് നമ്മുടെ രാജ് പി ഷെട്ടി വരുന്നത്. ഇരുമ്പുള്ളൊരു ഓറിയം പുള്ളി വന്ന് തകർത്ത്. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ അളിയൻ, രവിയേട്ടൻ. രവിയേട്ടന്റെ ഫിഗർ കണ്ടിട്ട് കേട്ടോ കണ്ടിട്ട് എനിക്ക് ലാലേട്ടനെ പോലൊക്കെ തോന്നി. വലിയൊരു മനുഷ്യൻ, ഡയലോഗ് ഡെലിവറി ഫൺ, എന്താ പറയാ, ഹ്യൂമർ പുള്ളി കൊണ്ട് വരും, തകർക്കും. ഒരു സീൻ ഇങ്ങനെ ഭയങ്കര സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പുള്ളിന്റെ ഒരു എൻട്രി, പുള്ളി ഓരോ സീനിൽ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുകയാണ്. ആ സീനും പിന്നെ അളിയൻ വരുമ്പോഴുള്ള സീനിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഫണ്ണ് പരിപാടി. എത്ര ആൾക്കാർക്ക് വർക്കാവുന്നറിയില്ല, ബട്ട് എനിക്ക് നല്ല കംപ്ലീറ്റ് വർക്കായി. ഞാൻ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ചിരിച്ചും എൻജോയ് ചെയ്ത കണ്ട പടമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഫുള്ളായിട്ട് ആ മ്യൂസിക്കും ക്യാരക്ടേഴ്സും അഭിനയിച്ച ആൾക്കാരും എല്ലാം സിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ പരിപാടിയൊക്കെ ഉണ്ട്. എന്താ പറയുക, നമുക്ക് ടോട്ടലി അങ്ങോട്ട് അതിൽ ഇന്നാവും അവസാനം വരെ. ഈ പടമൊക്കെ ഓണം വരെയൊക്കെ ഉണ്ടെങ്കിൽ ഓണത്തിനൊക്കെ പറ്റിയ അടിപൊളി. ടു ബി ഓണസ്റ്റ്, എനിക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് കാണുമ്പോൾ എനിക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ആലോചിക്കുക, അങ്ങനെ എനിക്കൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അവിടെ ഓലെ അത്രക്ക് നന്നായി പെർഫോം ചെയ്തിട്ടാണല്ലോ എനിക്ക് അങ്ങനെ ഒരു എന്തോ പോലെ ഫീൽ ചെയ്യണമെങ്കിൽ, എനിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഒരു അത്രക്ക് ഓലെ പെർഫോമൻസ് സൂപ്പറായിട്ടാണല്ലോ ആലോചിക്കുമ്പോൾ ശരിയാ. അത്രക്ക് ഈ കുടിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് ഭയങ്കര എന്തോ പോലൊക്കെ തോന്നും. പക്ഷേ പിന്നെ മനസ്സിലാവും, കുടിച്ചിട്ടുള്ള ഫസ്റ്റത്തെ കുടിക്കുക ഫംഗ്ഷനൊക്കെ കുടിക്കുന്ന സമയല്ലേ. കൾച്ചർ അങ്ങനെയാണ്. കൾച്ചർപരമായിട്ട് അവര് ഓരോ ക്യാരക്ടേഴ്സിനെ അവര് എന്താ പറയാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരുമാതിരി തോന്നിട്ടോ. പക്ഷെ അത് തോന്നണമെങ്കിൽ അവിടുത്തെ പെർഫോമൻസ് അത്രക്ക് സൂപ്പർ ആയിട്ടാണല്ലോ ഒരു ചെയ്യുന്നത്. സീൻ തൊട്ടിട്ട് അവസാനം വരെ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, നിങ്ങൾ എവിടെയാണോ തിയേറ്റർ, അധികം തിയേറ്ററിലൊന്നും ഇല്ല, നിങ്ങൾ ലോങ് പോയിട്ടാണ്ട്, നിങ്ങൾക്ക് അടുത്തൊന്നും തിയേറ്ററില്ല, നിങ്ങൾ ബസ് കയറി പോവാണെങ്കിലും അതുപോലെ അത്രയും സെറ്റപ്പ് സംഭവം. അത് നിങ്ങൾക്ക് എല്ലാവരും കൊണ്ടുപോകും, ഫാമിലി ആയിട്ട് എല്ലാവർക്കും ആയിട്ട് പോയി കണ്ട് നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ട്. ഫീൽ ഗുഡ് അല്ല, എന്റർടൈനറാണ്. ഫീൽ ഗുഡ് ഒരിക്കലും അല്ല, എന്റർടൈനറാണ്. നല്ല ഫീൽ ഗുഡ് തോന്നുന്നു. നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് ആവില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ തന്നെ കുറേ ആൾക്കാരെ നല്ല പ്രൗഡിൻ്റെ കൂടെ കാണുമ്പോൾ അടിപൊളിയാണ്.
എന്തായാലും ഒരു മലയാളം പടം കണ്ടൊരു ഫീലിംഗ്. കുറെ കാലത്തിന് ശേഷം പഠിത്തം നല്ല പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതന്നെ സീനറി ഒക്കെ അല്ലേ അതിൽ. അത് നമ്മൾക്ക് വിചാരിക്കും ഇത് കേരളാണോ, കേരളം അല്ലേ, കന്നഡ പടാന്ന് തോന്നിയേയില്ല. അതാണ് മെയിൻ. കന്നഡ പടാണ്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കന്നഡ പടമായിട്ട് ഒരു ടച്ചില്ല. നമ്മൾ ഈ കണ്ണൂർ ആ ഏരിയ ഒക്കെ അല്ലേ, അതുപോലത്തെ ഒക്കെ ഒരു സ്ഥലം അങ്ങനെ എനിക്ക് തോന്നി. ഏറ്റവും ഫസ്റ്റ് ലാസ്റ്റ് രവീണ്ണൻ തൂക്കിയിട്ടുണ്ട്. രവീണ്ണനാണ് അടിപൊളി. എന്തുണ്ടായാലും രവീണ്ണനാണ് സൂപ്പർ. അതെ. അപ്പം ഈ സിനിമ കൊണ്ടാകുന്ന രാജ് പി ഷെട്ടി പ്രൊഡ്യൂസ് ചെയ്ത് അതിലൊരു നല്ല ചെയ്ത് പിന്നെ വേഫർ അത് റിലീസിന് എത്തിച്ച്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ ഡബ്ല്യൂഷൻ. അപ്പം എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. അടുത്ത റിവ്യൂ ആയിട്ട് കൂലി തിരിച്ചു വരുന്നതാണ്. ബൈ.